പിന്നെ ഒരു കാര്യമുണ്ട്, ദിവ്യ ചേച്ചിയെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. കാരണം നമ്മുടെയൊക്കെ കുട്ടിക്കാലം വളരെ മനോഹരമാക്കിയ ചില നല്ല കഥാപാത്രങ്ങൾ ചെയ്ത ഒരു ചേച്ചിയാണ് പാവം ചേച്ചി. പക്ഷേ തട്ടിപ്പ് ചെയ്താൽ ഇന്നും തട്ടിപ്പാണ്. ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് കേരളം തമിഴ്നാടിന്റെ റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി, കേരളം അത് തന്നെയാണ് പറയേണ്ടത്, ഇങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്, കേരളം തമിഴ്നാടിന്റെ റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി 12,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, അതാണ് ആദ്യത്തെ ഒരു മെയിനായിട്ടുള്ള പരസ്യ വാചകം. കേരളം തമിഴ്നാടിനെ മറികടക്കാനായിട്ട് 12,000 നർത്തകരെ ഉപയോഗിച്ചിട്ട് എന്നാണ് ഞാൻ പറയുന്നത്, അല്ല അണിനിരത്തിയെന്നല്ല ഞാൻ പറയുന്നത്, ഉപയോഗിച്ചിട്ട്, യൂസ് ചെയ്തിട്ട് ആദ്യഘട്ടത്തിൽ 2,000 രൂപ വാങ്ങിക്കുകയും അതെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ നൃത്ത സെന്ററുകളെ, അധ്യാപകർ ആദ്യഘട്ടത്തിൽ 2,000 വാങ്ങി. അതായത് ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസായിട്ടാണ് ആദ്യം